വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ. നിങ്ങളുടെ അവസാന ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിലാണല്ലോ എല്ലാവരും ജോലിക്ക് കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചൊക്കെ വരുന്നത്. പക്ഷെ എന്നിട്ടും ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമല്ലേ? വിഷമം ഉണ്ടോയെന്ന് വെച്ചാൽ വിഷമം മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ജീവിതകഥയുണ്ട്. ആരും അത്ര റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നുമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് മാസങ്ങളോളം പഠിച്ചിട്ട് മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി അത്രയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇപ്പം മറ്റുള്ള ലിസ്റ്റിനെ പോലെയല്ല, ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നൽകുന്ന ഒരു ലിസ്റ്റാണ്. നമ്മൾ PSC പഠിക്കുമ്പോൾ തൊട്ട് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല, തെളിവുകളും ഉണ്ടല്ലോ. എല്ലാ വർഷവും ഒരു 600-നപ്പുറം എല്ലാ വേക്കൻസി വരുന്നതാണ്. നമുക്ക് മാത്രം നമ്മുടെ ലിസ്റ്റിൻ്റെ ഒരു 30% മാത്രമേ വേക്കൻസി വന്നിട്ടുള്ളൂ. ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുക ഒരു 13 ദിവസം മാത്രമേ ഉള്ളൂ. വീട്ടിലെ സാഹചര്യം പറയുകയാണെങ്കിൽ പല കുട്ടികളും ജോലി എടുത്തിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അതുകൂടാതെ ഹസ്ബൻഡൊക്കെ വീട്ടുപണിയും എല്ലാം എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പഠിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ തന്നെയാണെങ്കിലും എനിക്കാണെങ്കിൽ കുഞ്ഞുണ്ട്. കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പോട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കുഞ്ഞല്ലേ, കുഞ്ഞിനറിയില്ലല്ലോ ഗ്രൗണ്ടിൽ പോകണയാണെന്നൊന്നും. അപ്പം തണുപ്പത്തൊന്നും കൊണ്ടുപോകാൻ നോക്കൂലല്ലോ. നമ്മൾ ആ വെളുപ്പിനെയൊക്കെ കുഞ്ഞ് കാണാണ്ടൊക്കെ എഴുന്നേറ്റ് പോയത് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം വരും. പിന്നെ എല്ലാ കാര്യത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത് പോലും കുഞ്ഞിനെ ഇട്ടിട്ടാണ്. എല്ലാവരും ഇവിടെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പിൽ പോകുമ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് പോകണ്ടേ എന്ന് ചോദിക്കും. ശരിയാണ്, പക്ഷേ അത് നമുക്ക് ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷമെങ്കിലും ഉണ്ട്. ഇവിടെ ജോലിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ സമരത്തിന് വേണ്ടി ഫുട്പാത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ശരിക്കും ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും പോലും വിചാരിക്കാത്തൊരു സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അറിയില്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാലും തെരുവിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇത്രയും നാളായിട്ട് സർക്കാരിനെ ഞങ്ങൾ വിശ്വസിച്ചു. ഇനിയും ഞങ്ങൾക്കൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതമാണ് ഈ ജോലി കൂടിയേ തീരുമെന്ന് പറഞ്ഞിട്ടാണ്. ഇനിയൊരു CPO എന്ന് പറഞ്ഞ സ്വപ്നം ആർക്കും ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെ ഏജ് ഓവറായി. ജനറൽ കാറ്റഗറി എല്ലാ കാറ്റഗറി ബേസ് ഏജ് ഓവറായവരാണ് ഇവിടെ ഇരിക്കുന്നത്. 2022 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. 2023 ജൂലൈ 7 എക്സാം, 24 ജനുവരി ഫിസിക്കൽ. ഇപ്പോൾ 2025 വർഷങ്ങളായില്ലേ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ. ഈ 11 മാസവും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വാതിലുകളിലും മുട്ടി. പരമാവധി നിയമനം നടക്കുമെന്ന് തന്നെ ഞങ്ങളെ വിശ്വസിപ്പിച്ചു. ഇനിയും നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. RT ഒക്കെ വെച്ചപ്പോൾ 570 വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിയിൽ ഞങ്ങൾക്ക് നിയമനം നൽകിക്കൂടെ? ഞങ്ങൾ അത്രയധികം അർഹതപ്പെട്ടവർ തന്നെയല്ല. അർഹതയില്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. നമ്മൾ ഈ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇത്രയും നാൾ ഇതിനു വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇത് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോഴാണ് നമ്മൾ ശരിക്കും ഇവിടെ ഈ തെരുവിലെത്തിയത്. അറിയില്ല, ഇവിടെ ഇനി നമുക്ക് 13 ദിവസത്തെ ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളൂ. ഈ 13 ദിവസവും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങൾ ഓൾറെഡി പെൺകുട്ടികളായതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഒരുപാടുണ്ട്. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും ശരിക്കും അവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പം നമുക്ക് ജോലി കിട്ടും, ജീവിതം രക്ഷപ്പെടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. ഇപ്പോഴേ ഈ കല്ലുപ്പി നിൽക്കുന്നതും ഇവിടെ ശയനപ്രദർശനമൊക്കെ നടത്തുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്നൊക്കെ വിളിക്കാറുണ്ടോ? TV കണ്ടിട്ട് ഉണ്ട്. വീട്ടിലോട്ട് വിളിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ നാട്ടിലുള്ള നമ്മളങ്ങനെ അധികം കോണ്ടാക്റ്റ് പോലും ചെയ്യാത്ത പലരും നമ്പർ വരെ വാങ്ങി വിളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ശരീരം ബുദ്ധിമുട്ടിക്കുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് ജോലി തരുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതെങ്കിലും കണ്ടിട്ട് സർക്കാരിൻ്റെ കനിവ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ ഒരിക്കലും സർക്കാരിനെ പ്രതിഷേധിച്ചോ അങ്ങനെ ഒന്നുമല്ല. ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു സമരം ചെയ്യാൻ പോലും അറിയാത്തവരാണ് ഞങ്ങൾ. ഒരു മുദ്രാവാക്യം എങ്ങനെ വിളിക്കണമെന്ന് പോലും അറിയില്ല. ഇവിടെ വന്ന് ഞങ്ങൾ അതുപോലും പഠിക്കേണ്ട അവസ്ഥയിലായി. ഈ തെരുവിൽ ശരിക്കും കിടന്നുറങ്ങാനും പാത്രം കഴുകാനും നമ്മൾ വെള്ളം കുടിക്കാൻ പോലും ഇല്ലാണ്ട് പലർക്കും ഡീഹൈഡ്രേറ്റഡ്, യൂറിനറി ഇൻഫെക്ഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം സഹിച്ച് നമ്മൾ ഇവിടെ നിൽക്കും. ഈ 13 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ദയവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഓരോ ദിവസവും.